അളിയോ ചാകരയാണല്ലോ. ശമ്പൂണ്ണന്റെ കളി നീ കണ്ടോ? ശമ്പൂണ്ണൻ ഒന്ന് ശമ്പൂണ്ണൻ മുത്താണ്. നീ ആരാന്നടി വിളിക്കുന്ന? ശമ്പൂണ്ണന്റെ അടുത്താ നിന്റെ കളി. ചന്തിക്കടി ചേട്ടടാ. വേണ്ട കേട്ടോ, ചന്തിക്ക് പിടിച്ച് കയറടാ. മൂഞ്ചി ഓടിക്കോടാ. ശമ്പൂണ്ണനെ കൊണ്ടോടാ. പൂജ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അതെ, നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും പറയണേ. എന്താ പേര് പറഞ്ഞേ? യാഡ്ലി. യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സോറി സോറി ട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കിടിലും ചേട്ടനെ കണ്ടു. അതാരായിരിക്കും എന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു. പിറ്റേ ദിവസം ആ ചേട്ടനെ വീണ്ടും കണ്ടു. ഇവന്മാര് എന്താടാ? വീട്ടിൽ പോടാ. അന്ന് ആദ്യമായിട്ട് എനിക്ക് സ്കൂൾ ബസ് മിസ്സായി. ബസ് വന്നതും പോയതും ഞാൻ അറിഞ്ഞില്ല. ആ ചേട്ടനെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ അന്ന് തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. പപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു തന്നു. നോക്കിയ 3310, ഒരു അടിപൊളി ഫോൺ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ടായത് വേറൊരാൾക്കാ. ഹലോ, കൊടുക്കാം. ഇതാ എന്റെ ഫ്രണ്ട് നീതു. ഹലോ. പറ ചക്കരെ, ഒരു മിനിറ്റ്. ഇതെന്റെ വേറെ ഫ്രണ്ട് ഡോണ. ഇവരാ എന്റെ ബെസ്റ്റ് ഗഡികൾ. ഇവൾ ഒരേ സമയം 3-4 പേരെ പ്രേമിക്കുമെങ്കിൽ ഇവൾ ഒരേ സമയം 3-4 മസാല ദോശ തിന്നും. ഇവരുടെ അടുത്തിരിക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ആ ചേട്ടൻ ആരായിരിക്കുമെന്നായിരുന്നു. നീ എന്തൊക്കെ ആലോചിക്കണേ? എനിക്ക് വിശക്കാൻ തുടങ്ങി പിന്നെയും. കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാ. ഇതെന്റെ കസിൻ ബ്രദർ കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. തല്ലുള്ളി വായി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കുടുംബപ്പേരി കളയാൻ വേണ്ടി ഉണ്ടായവൻ എന്നൊക്കെ കാരണവന്മാര് പറയണ ഐറ്റം. ആളൊരു മുങ്ങൽ പൊങ്ങൽ വിദഗ്ധനാ. ഇടയ്ക്ക് തല്ലുള്ളി തരം കാണിക്കും, മുങ്ങും. പിന്നെ എല്ലാരും അത് മറന്നു തോന്നുമ്പോ പൊങ്ങും. ആൾ ആദ്യം മുങ്ങിയത് എന്നാന്ന് ചോദിച്ചാ ഓർമ്മ വന്നു. കാഞ്ഞാണി പണ്ട് അൾത്താര ബാലനായിരുന്ന കാലം. പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെട്ടു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും
സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഇതൊരുമാതിരി എല്ലാ ആൾക്കാരും ബാലന്മാരും ചെയ്യുന്ന പണിയാ. പക്ഷെ ആള് മുങ്ങിയത് ഇതിനല്ല. വേണ്ടിയും സഭയുടെ തലവനും ഞങ്ങളുടെ ദൈവവുമായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഇടവകയിൽ മെത്രാനച്ചൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശനത്തിന് വന്നത്. അന്ന് മുങ്ങിയ കാഞ്ഞാണി പിന്നെ പൊങ്ങിയത് 3 വർഷം കഴിഞ്ഞിട്ടാ. അരമനെ പോയി മെത്രാന്റെ കാല് പിടിച്ചിട്ട കാഞ്ഞാണിയെ പള്ളിയിലും പിന്നെ വീട്ടിലും കയറ്റിയത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സീക്കിരം വാ, എല്ലാം കൂടെ എന്നെ ഒസ്താതടേ. കാശ് വാങ്ങാൻ മാത്രം ദണ്ഡികൾക്ക് ഒരു മടിയില്ല. ഡേയ് ഞായർതാ മറക്കരുത്. ഇല്ല, പായ്പ്ര ജോസേട്ടന്റെ ആളാന്ന് ചൊല്ലണം, പറയണം. കേട്ടല്ലോ? ശരി സാർ, പറയൂടെ. ശരി. ആ എന്നാ പോ പോ പോ. പുതിയ പരിപാടിയാ, ആത്മീയ ലേബർ സപ്ലൈ. എന്തെന്ന്? ആത്മീയ ലേബർ സപ്ലൈ. ഈ ഞായറാഴ്ച പെരുന്നാളിന്റെ തലേന്ന് പ്രദക്ഷിണത്തിന് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ചെല്ലണമെന്ന് നമ്മുടെ അച്ഛന്റെ ഓർഡർ. നമ്മുടെ ഇടവർക്കാർക്ക് ഇതിന് വല്ല സമയമുണ്ടോ? ഞാൻ ഓരോ വീട്ടുകാർക്കും ഒരു തമിഴനും പുന്നാടിനും ഒപ്പിച്ചു കൊടുക്കും. അവര് സന്തോഷത്തോടെ പ്രദക്ഷിണത്തിന് പോകും. നമ്മുടെ ആൾക്കാർ കള്ളും കുടിച്ച് വീട്ടിൽ കിടക്കും. എപ്പടി? ഹല യോ ആൻഡോ ചേട്ടൻ, ചേട്ടൻ കുറിച്ച് നോക്കണ്ട. ചേട്ടനെ ഒരു മുത്തുരാജു എന്നോളും. ചേട്ടൻ 2 എണ്ണം അടിച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്നേ. ആ അല്ല, നീ എന്തിനാ വന്നേ? അതെ ചേട്ടാ, അന്ന് ബസ് സ്റ്റോപ്പിൽ ഒരു ചേട്ടൻ വന്നപ്പോ നിങ്ങൾ എല്ലാരും പേടിച്ചോടിയില്ലേ? അതാരാ? ഓ അവനാ ഗിരി. ഗിരി പേടിച്ചിട്ടൊന്നുമല്ല, അവനാണ് ശരിയല്ല, ആസല് ഗുണ്ട. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതിന്റെ തണ്ട് വേറെ. നമ്മളെ പോലുള്ള ബൂർഷകളുടെ ശത്രുവാണവൻ. അവന്റെ മുഖത്ത് പോലും നോക്കരുത്. ഗിരിയോ ഗുണ്ടയോ? മോളോട് ഇതാരാ പറഞ്ഞേ? ഗിരി മരിച്ചുപോയ സഖാവ് മാധവന്റെ മോനാ. സെന്റ് തോമസ് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ കൃഷിയാ. ആൾക്കതാ ഇഷ്ടം. നിന്റെ കാഞ്ഞാണി ചേട്ടന്റെയും വായ്നോക്കി കൂട്ടുകാരുടെയും ശല്യം കാരണം ഞാൻ ആ ഗിരിയോടൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞേ. അല്ല, മോൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? പോട്ടെ. ഗിരിയോ സെറ്റപ്പ് ഗടിയല്ലേ? അടിയാണെങ്കിൽ അടി, മര്യാദ ആണെങ്കിൽ മര്യാദ. അവന്റെ കൂടെ എവിടെ പോകാൻ എനിക്ക് ധൈര്യ. പുലിക്കുട്ടിയല്ലേ അവൻ. മോളെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും. 100 അല്ല 1000 രൂപ വേണ്ടി വരും. അത്രയും കാശോ? അത്രയും കാശൊക്കെ വേണ്ടി വരും. അതിന്റെ ഇതൊക്കെ മാറ്റാനുള്ളതാണ്. തരാം. ഒരിക്കലും ഈ കൊച്ചു ബൈക്ക് വെക്കല്ലേ. ഇന്ന് ഉരുട്ടി വരച്ചിട്ടുകൊണ്ടിരിക്കണേ. ഡോക്ടറെ, ഈ കമ്മിറ്റി മീറ്റിംഗിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാ? അതൊന്നും സാരമില്ലടോ, താൻ ടെൻഷൻ ആകാതെ. അതൊക്കെ ഗിരിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ നോക്കി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. ഞാൻ പിന്നെ അങ്ങനെ എനിക്കൊഴികെ നാട്ടിലുള്ള എല്ലാവർക്കും ഗിരിയേട്ടൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഗിരിയേട്ടനല്ലേ? നിനക്കറിയോ? അറിയോന്നോ? അങ്ങേരെ കുങ്ഫു മാസ്റ്റർ അല്ലേ? പുള്ളി എന്റെ അനിയൻസ് പഠിക്കുന്ന കുങ്ഫു അക്കാദമിയിലെ മാഷ്. ഏത് അക്കാദമി? എവിടെ? 2 മസാല ദോശ പിന്നെ ഒരു മിൽക്ക് ഷേക്ക്. നിന്നെ ഞാൻ കൊണ്ടുപോവാം.